ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം നാം നിത്യജീവിതത്തിൽ അത്യാവശ്യമായിട്ട് പറയേണ്ടി വരുന്ന ഏതാനും വാചകങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വിഷയത്തിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി ടോപ്പിക് വിതൗട്ട് ഡിലേ. നിനക്കെന്നോട് എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നു. നിനക്കെന്നോട് എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നു. ഇവിടെ എനിക്കാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് പറയുക? ആദ്യം തന്നെ ഐ ഫീൽ. ഐ ഫീൽ, എനിക്ക് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് യു ഹാവ് സംതിങ് സേ ടു മീ. ഐ ഫീൽ നിനക്ക് എന്തോ പറയാനുള്ളതുപോലെ എന്ന് പറയാൻ ലൈക്ക് യു ഹാവ് സംതിങ് സേ. ലൈക്ക് യു ഹാവ് സംതിങ് സേ. ആരോടാണ് പറയേണ്ടത്? എന്നോട്. അപ്പോൾ ലൈക്ക് യു ഹാവ് സംതിങ് സേ ടു മീ. Okay, I feel like you have something say to me. The next പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് എന്നതിന് that's why. That's why I am asking. That's why I am asking. ഇവിടെ പ്രസൻറ്റ് സിറ്റുവേഷനിലാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? I am asking. That's why I am asking. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് എന്താണ് പറയേണ്ടത്? നിനക്ക് എന്താണ് പറയേണ്ടത്? അല്ലെങ്കിൽ എന്താണ് നീ പറയാൻ ആഗ്രഹിക്കുന്നത്? വാട്ട് ഡു യു വാണ്ട് ടു സേ? വാട്ട് ഡു യു വാണ്ട് ടു സേ? എന്താണ് നിനക്ക് പറയേണ്ടത്? വാട്ട് ഡു യു വാണ്ട് ടു സേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഈസ് ദെയർ എനിത്തിങ് സ്പെഷ്യൽ? ഈസ് ദെയർ എനിത്തിങ് സ്പെഷ്യൽ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഈസ് ദെയർ എനിത്തിങ് സ്പെഷ്യൽ ടു സേ? നീ അവരോട് പറഞ്ഞോ? നീ അവരോട് പറഞ്ഞോ? ഡിഡ് യു ടെൽ ദം? ഡിഡ് യു ടെൽ ദം? അവരോട്. ഡിഡ് യു ടെൽ ദം? അവരോട് പറഞ്ഞോ? ഞാൻ അവരോട് പറഞ്ഞു. ഐ ടോൾഡ് ദം. ഞാൻ അവരോട് പറഞ്ഞു എന്നതിന് ഐ ടോൾഡ് ദം. ഞാൻ അവരോട് പറഞ്ഞു. ഐ ടോൾഡ്, ഞാൻ പറഞ്ഞു. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് അവരോട് പറയണമെന്നില്ല. എനിക്ക് അവരോട് പറയണമെന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം. എനിക്ക് അവരോട് പറയണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം. നീ എങ്ങനെയാണ് വന്നത്? നീ എങ്ങനെയാണ് വന്നത്? ഹൗ ഡിഡ് യു കം? ഹൗ ഡിഡ് യു കം? നീ എങ്ങനെയാണ് വന്നത്? ഞാൻ ബസ്സിനാണ് വന്നത്. ഞാൻ ബസ്സിനാണ് വന്നത്. ഐ കെയിം ബൈ ബസ്. ഐ കെയിം ബൈ ബസ്. നടന്നിട്ടാണ് വന്നതെന്ന് പറയാൻ ഐ കെയിം ഓൺ ഫുട്ട്. ഇനി അടുത്ത ബസ് എത്ര മണിക്കാണ്? ഇനി അടുത്ത ബസ് എത്ര മണിക്കാണ്? വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ്? വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ബസ്? അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ദ നിയറസ്റ്റ് ബസ് എന്ന് ചോദിക്കാം. വാട്ട് ടൈം ഈസ് ദ നിയറസ്റ്റ് ബസ്? അടുത്ത ബസ്സിൻ്റെ സമയം. അടുത്ത ബസ് എത്ര മണിക്കാണ് പുറപ്പെടാറ്? യൂഷ്വലായിട്ട് പുറപ്പെടുന്ന ഒരു സമയമാണ് ചോദിക്കുന്നത് അവിടെ. അപ്പോൾ അടുത്ത ബസ് എത്ര മണിക്കാണ് പുറപ്പെടാറ് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ബസ് ഡിപ്പാർട്ട്? വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ബസ് ഡിപ്പാർട്ട്? അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ബസ് ലീവ്? വാട്ട് ടൈം ഡസ് ദ നെക്സ്റ്റ് ബസ് ലീവ്? ഈ ബസ് ടൗണിലേക്കാണോ? ഈസ് ദിസ് ബസ് ടു ടൗൺ? ഈസ് ദിസ് ബസ് ടു ടൗൺ? ഇനി ടൗൺ എന്നതിന് പകരം ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തിൻ്റെ പേരാണെങ്കിൽ അത് വെച്ച് ചോദിക്കാം. ഇനി അടുത്ത ബസ് എപ്പോൾ പുറപ്പെടും? വെൻ വിൽ ദ നെക്സ്റ്റ് ബസ് ലീവ്? വെൻ വിൽ ദ നെക്സ്റ്റ് ബസ് ലീവ്? എപ്പോൾ പുറപ്പെടും? അത് സാധാരണ 8 മണിക്കാണ് പുറപ്പെടാറ്. അത് സാധാരണ 8 മണിക്കാണ് പുറപ്പെടാറ്. യൂഷ്വൽ ടൈം 8 o'clock. It departs at 8 o'clock. It departs at 8 o'clock. ഇന്നത് 10 മിനിറ്റ് വൈകും. ഇന്ന് 10 മിനിറ്റ് വൈകും. Today it will be late 10 minutes. Today it will be late 10 minutes. ഇത് നമുക്ക് വേറെ രീതിയിലും ആൻസർ പറയാം അല്ലേ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. സോറി, എനിക്കറിയില്ല. സോറി, ഐ ഡോണ്ട് നോ. സോറി, ഐ ഡോണ്ട് നോ. ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ഡസ് എനിവൺ നോ? ഡസ് എനിവൺ നോ? ആരോടാണ് ചോദിക്കുക?
ആരോടാണ് ചോദിക്കുക? ആസ്ക് ടു ഹും. ആസ്ക് ടു ഹും. നിനക്ക് എത്ര മണിക്കാണ് പുറപ്പെടേണ്ടത്? നിനക്ക് എത്ര മണിക്കാണ് പുറപ്പെടേണ്ടത്? വാട്ട് ടൈം ഡു യു വാണ്ട് ടു ലീവ്? വാട്ട് ടൈം ഡു യു വാണ്ട് ടു ലീവ്? എനിക്ക് എത്ര മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടേണ്ടതെന്നർത്ഥം. എനിക്ക് 10 മണിക്ക് പുറപ്പെടണം. ഐ വാണ്ട് ടു ലീവ് അറ്റ് 10 o'clock. ഐ വാണ്ട് ടു ലീവ് അറ്റ് 10 o'clock. നമുക്ക് പുറപ്പെടാൻ സമയമായോ? ഈസ് ഇറ്റ് ടൈം ഫോർ അസ് ടു ലീവ്? ഈസ് ഇറ്റ് ടൈം ഫോർ അസ് ടു ലീവ്? ഈസ് ഇറ്റ് ടൈം ഫോർ അസ് ടു ലീവ്? നമുക്ക് പുറപ്പെടാൻ സമയമായോ? ഇല്ല, ഞാൻ ഇതുവരെ റെഡിയായിട്ടില്ല. ഞാൻ ഇതുവരെ റെഡിയായിട്ടില്ല. ഇതുവരെ. യെറ്റ്. നോ, ഐ ആം നോട്ട് റെഡി യെറ്റ്. നോ, ഐ ആം നോട്ട് റെഡി യെറ്റ്. ഞാൻ ഇതുവരെ റെഡിയായിട്ടില്ല. എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു ഡു. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് പറയാൻ ലെഫ്റ്റ് ടു ഡു. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു ഡു. ചെയ്യാൻ ബാക്കിയുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു ഡു. ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലെഫ്റ്റ് ടു ഡു. വേഗം റെഡിയാവ്. ഗെറ്റ് റെഡി ഫാസ്റ്റ്. വേഗം റെഡിയാവ്. ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഇതിപ്പോൾ തീരും. ചെയ്യാനുള്ളതൊക്കെ ഇപ്പം തീരും. ഇറ്റ് വിൽ ഫിനിഷ് സൂൺ. ഇറ്റ് വിൽ ഫിനിഷ് സൂൺ. നീ ഒറ്റയ്ക്ക് പോകുമോ? വിൽ യു ഗോ എലോൺ? നീ ഒറ്റയ്ക്ക് പോകുമോ? വിൽ യു ഗോ എലോൺ? എലോൺ തനി. വിൽ യു ഗോ എലോൺ? നീ ഒറ്റയ്ക്ക് പോകുമോ? നിനക്ക് വഴി അറിയാമോ? ഡു യു നോ ദ റൂട്ട്? നിനക്ക് വഴി അറിയാമോ? ഡു യു നോ ദ റൂട്ട്? ഡു യു നോ ദ റൂട്ട്? നമ്മൾ എപ്പോഴാണ് തിരിച്ചു വരിക? നമ്മൾ എപ്പോഴാണ് തിരിച്ചു വരിക? തിരിച്ചു വരിക. കം ബാക്ക്. കം ബാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ക് എന്ന് പറഞ്ഞാൽ മതി. വെൻ വിൽ വി ബാക്ക്? വെൻ വിൽ വി ബാക്ക്? അല്ലെങ്കിൽ വെൻ വിൽ വി കം ബാക്ക്? വെൻ വിൽ വി കം ബാക്ക്? നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ വരും. നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ വരും. വി വിൽ ബാക്ക് ബൈ 1 week. വി വിൽ ബാക്ക് ബൈ 1 week. ബൈ 1 week എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ. വി വിൽ ബാക്ക് ബൈ 1 week. നീയും കൂടി ഞങ്ങളുടെ കൂടെ പോരെ? നീയും കൂടി ഞങ്ങളുടെ കൂടെ പോരെ? യു ഓൾസോ കം വിത്ത് അസ്. യു ഓൾസോ കം വിത്ത് അസ്. യു ഓൾസോ നീയും കൂടി. കം വിത്ത് അസ് ഞങ്ങളുടെ കൂടെ വാ. യു ഓൾസോ കം വിത്ത് അസ്. നിനക്കെന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നുകൂടാ? വൈ ഡോണ്ട് യു കം വിത്ത് അസ്? വൈ ഡോണ്ട് യു കം വിത്ത് അസ്? നിനക്കെന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നുകൂടാ? വൈ ഡോണ്ട് യു കം വിത്ത് അസ്? ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക്. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ ബൈ ബസ്. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രാവൽ ബൈ ബസ്. ഇത് വേറെ രീതിയിൽ നമുക്ക് പറയാം. വി ക്യാൻ സേ ഇൻ അനദർ വേ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ട്രാവൽ ബൈ ബസ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ട്രാവൽ ബൈ ബസ്. ഓക്കെ. എനിക്ക് ട്രെയിൻ യാത്രയാണ് ഇഷ്ടം. എനിക്ക് ട്രെയിൻ യാത്രയാണ് ഇഷ്ടം. ഐ ലൈക്ക് ട്രാവലിംഗ് ബൈ ട്രെയിൻ. ഐ ലൈക്ക് ട്രാവലിംഗ് ബൈ ട്രെയിൻ. എന്നാൽ നമുക്ക് ട്രെയിനിന് പോകാം. ദെൻ ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. ദെൻ ലെറ്റ്സ് ഗോ ബൈ ട്രെയിൻ. എന്നാൽ നമുക്ക് ട്രെയിനിന് പോകാം. യെസ്, ഞാൻ അതിനോട് യോജിക്കുന്നു. യെസ്, ഐ എഗ്രി വിത്ത് ഇറ്റ്. യെസ്, ഐ എഗ്രി വിത്ത് ഇറ്റ്. ഞാൻ അതിനോട് യോജിക്കുന്നു. യോജിക്കുന്നു, എഗ്രി. പുറപ്പെടാൻ നേരം വാതിലുകളെല്ലാം പൂട്ടാൻ മറക്കരുത്. പൂട്ടാൻ മറക്കരുത്. മറക്കരുത് എന്നതിന് ഡോണ്ട് ഫോർഗെറ്റ്. ഡോണ്ട് ഫോർഗെറ്റ്. മറക്കരുത്. എന്താണ് മറക്കാതിരിക്കാൻ പറയുന്നത്? ടു ലോക്ക് ഓൾ ദി ഡോർസ്. വാതിലുകളെല്ലാം പൂട്ടാൻ. ടു ലോക്ക് ഓൾ ദി ഡോർസ്. എപ്പോഴാണ്? വെൻ അറ്റ് ദി ടൈം ഓഫ് ലീവ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ഓൾ ദി ഡോർസ് അറ്റ് ദി ടൈം ഓഫ് ലീവ്. ഓക്കെ. ഓർമ്മിപ്പിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ റിമൈൻഡ് ഇറ്റ്. താങ്ക്സ് ഫോർ റിമൈൻഡ് ഇറ്റ്. സമയം കളയാതെ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ വിതൗട്ട് ഡിലേ. ലെറ്റ്സ് ഗോ വിതൗട്ട് ഡിലേ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ലെസൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. As like in another important thing, please don't forget to write down a comment about the lesson. Okay, thank you for watching and let's meet up another session. Bye.